ഹായ്, നമ്മളിന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അതായത് ജനറൽ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CSIR നെറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് CSIR നെറ്റിൽ ഒരു ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം ഇല്ല. അതായത് ഈ കൊമേഴ്സുകാരുടെ പോലെ, അതായത് UGC നെറ്റ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് പോലെ ഒരു സ്പെഷ്യൽ പേപ്പറായിട്ടൊന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു ജനറൽ സെക്ഷൻ നമുക്ക് പാർട്ട് എയിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നോർമലായിട്ട് മാത്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ലോജിക്കൽ റീസണിങ്, തിങ്കിങ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പേപ്പറിലെ കുറച്ച് ഭാഗങ്ങൾ വളരെ 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 ബേസായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്ന പേപ്പറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം നമ്പേഴ്സാണ്. അപ്പം നമ്പേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്പേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സാണ് നോക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്കറിയാം നമ്പർ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. അത് നമ്മൾ പ്രധാനമായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്പേഴ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ബേസ് ഇപ്പം തന്നെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. ക്വസ്റ്റ്യൻസ് വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാതെ എല്ലാം ബേസ് ഒന്ന് പഠിച്ചു പോകുമ്പം നമുക്ക് എക്സാമിന് പോയിരിക്കുമ്പം അത്ര ഡൗട്ട്ഫുള്ളായിട്ട് നമുക്ക് ഡൗട്ട് തോന്നത്തില്ല പല കാര്യങ്ങളും. അതിനുവേണ്ടിയാണ് തിയറിയും കൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 9 ടൈപ്സ് ഓഫ് നമ്പേഴ്സാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ നമ്പേഴ്സാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ, പെർഫെക്റ്റ് നമ്പർ ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം എന്താണ്, ആകെ 9 നമ്പേഴ്സാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ വെച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഓർഡറിൽ തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യം നമ്മൾ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കൗണ്ടിങ് നമ്പേഴ്സാണ്. അതായത് 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സാണ്. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം 0 കണ്ടുപിടിച്ചത് ആരാണെന്നൊക്കെ നമുക്കറിയാമല്ലേ. അപ്പോൾ അത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പം അതൊരു വേണമെങ്കിൽ നമുക്ക് ഒരു ക്ലൂ പോലെ അതൊരു എക്സ്പെരിമെൻ്റൽ ഫാക്ടറായിട്ട് ഇന്ന ആൾ കണ്ടുപിടിച്ചു എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള 1, 2, 3 എന്നൊക്കെയുള്ള നമ്പേഴ്സാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സ്. ഇപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും ഒക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത്. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കി, ഹോൾ നമ്പേഴ്സ്, ഹോൾ WHOLE, ഈ O എന്ന് പറയുന്നത് നമ്മളങ്ങ് 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹോൾ നമ്പേഴ്സിൽ O എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം എല്ലാ നമ്പേഴ്സും അതിൻ്റെ കൂടെ O ഫോർ 0. അപ്പോൾ 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഇനിയും ഡൗട്ട് വരല്ല. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1, 2, 3 മാത്രമല്ല, ഹോൾ അതിനകത്ത് O ഫോർ 0. അപ്പോൾ 0, 1, 2, 3നെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ കൗണ്ടിങ് നമ്പേഴ്സും ആണ് ഇൻറ്റീജേഴ്സ്. പക്ഷേ എന്തൊക്കെയുണ്ട്? ഇൻക്ലൂഡിങ് 0 ആൻഡ് ദ നെഗറ്റീവ് ഓഫ് ദ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പം 0 ഉണ്ട്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ മാത്രമേ നമുക്ക് 0യുടെ പ്രസൻസ് ഇല്ലാതെ ഉള്ളൂ. ഇനി നമ്മൾ നോക്കി, ഇൻറ്റീജേഴ്സിൽ പോലും 0 ഉണ്ട് ആൻഡ് ഓൾ ദ നെഗറ്റീവ്സ്. ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റീജേഴ്സും അതുപോലെ തന്നെ ഫ്രാക്ഷനും തമ്മിൽ ചിലപ്പം തിരിഞ്ഞു പോകും. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/3, 10/5 അങ്ങനെയൊക്കെ എഴുതുന്നതാണ് ഫ്രാക്ഷൻ. പക്ഷേ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് അതല്ല. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പം 0 ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പം നെഗറ്റീവ്സ് മാത്രമല്ല, കൗണ്ടിങ് നമ്പേഴ്സിന് നെഗറ്റീവ്സും കൂടെ വരും എന്നേ ഉള്ളൂ. അപ്പം നോക്കിയേ, എക്സാമ്പിളായിട്ട് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എഴുതാൻ പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ആണ്. ഇനിയും സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ -1, -2, -3. ഇനിയും സെറ്റ് ഓഫ് നോൺ
നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കൂടെ 1 2 3യും സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ്. അപ്പം നമ്മൾ വിചാരിക്കത്തില്ലേ നോൺ നെഗറ്റീവ് തന്നെയല്ലേ പോസിറ്റീവ്, പിന്നെ എന്താ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ? ശരിക്കും പറഞ്ഞാൽ ഒരു നമ്പർ പോസിറ്റീവ് ആവണമെങ്കിൽ അതിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് 1, ഒരു ആപ്പിൾ, അല്ലെങ്കിൽ 2 സൈക്കിൾ, അല്ലെങ്കിൽ 100 ഓറഞ്ച്, അങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കൂടെ 0 വരാൻ കാരണം എന്താ? അതൊരു പോസിറ്റീവ് ഇൻറ്റീജറായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 0 നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോൺ നെഗറ്റീവ്. പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നോൺ നെഗറ്റീവ് എന്നൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം. അപ്പം അത് എടുത്തു പറയാൻ കാരണം 0യും ഇൻറ്റീജറിൻ്റെ ഒരു ഭാഗമാണ് എന്നറിയിക്കാനാണ്. ഓക്കെ, ഇനി അടുത്ത നമ്പേഴ്സ് എന്താ? ഈവൻ നമ്പേഴ്സ്. അത് നമുക്കറിയാം. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈവനും ഓടും പഠിക്കുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2. ഫോർ എക്സാമ്പിൾ 8 ഒരു ഈവൻ നമ്പറാണ്. 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 8 4ൻ്റെ ടേബിളിൽ, റിമൈൻഡർ 0, റൈറ്റ്? അതുപോലെ തന്നെ 16 എടുത്തു കഴിഞ്ഞാൽ 16നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 16 ഉണ്ട്, 8ൻ്റെ ടേബിളിലാണ്, റിമൈൻഡർ 0. അപ്പം 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ -8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. അതിൻ്റെ ഉത്തരം -4 ആണെന്നല്ലേ ഉള്ളൂ. -32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. അതിൻ്റെ -4 ആണെന്നല്ലേ ഉള്ളൂ. അപ്പം മൈനസ് നമ്പേഴ്സ് വന്നാലും അത് എന്ത് തന്നെയാണ്? ഈവൻ നമ്പേഴ്സ് തന്നെയാണ്. നമ്മളെപ്പോഴും 2 4 6 8 എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ -8 കൂടെ വന്നാൽ അത് ഈവൻ നമ്പർ ആണോ, നെഗറ്റീവ് വന്നിട്ടുണ്ടെന്നുള്ള കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇറ്റ്സ് ഓൾസോ എ ഈവൻ നമ്പർ. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? ഓഡ് നമ്പർ നമ്മൾ ഡിവിസിബിൾ ബൈ 2 എന്നുള്ള ഒറ്റ ബേസിൽ മാത്രം ഇതിനെ രണ്ടിനെയും കാറ്റഗറൈസ് ചെയ്താൽ മതിയാകും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ബേസിൽ ഈവനും ഉണ്ട്, ഓടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 9 ഡിവൈഡഡ് ബൈ 2, ഈസ് ഇറ്റ് പോസിബിൾ? അല്ല അല്ലേ? 9 2ൻ്റെ ടേബിളിൽ 9 ഇല്ല, ബട്ട് 8 ഉണ്ട്. അത് 4 ടൈംസ് ആണ്. 1 റിമൈൻഡർ വന്നു, പിന്നെ 0 ഡെസിമൽ വരും അല്ലേ? ഡെസിമൽ. അങ്ങനെ അപ്പം എന്താണ് നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് 4.5 എന്നൊക്കെ വരും. 4 പോയിൻ്റാണേ. അപ്പോൾ ഡെസിമലിലേക്ക് വരും. അപ്പം അത് നമുക്ക് 2 കൊണ്ട് സ്മൂത്ത്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുക. അപ്പം അത് -5 -3 -1 1 3 5 9 11 13 ആൻഡ് എക്സെട്ര. ഓക്കെ, ഇനിയുമാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ആകെ കൺഫ്യൂസ് ആവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് നാച്ചുറൽ നമ്പർ ആൻഡ് ദ ഹോൾ നമ്പർ. സോ നാച്ചുറൽ നമ്പേഴ്സിൽ 0 വരുന്നില്ല, ഹോൾ നമ്പേഴ്സിൽ 0 വരുന്നുണ്ട്, ഇൻറ്റീജേഴ്സിൽ പോലും 0യും നെഗറ്റീവും ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ആൻഡ് ഇനിയും തൊട്ടുള്ള സംഭവങ്ങളാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് കുറച്ച് ടേംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ടേംസാണ്. ദാറ്റ് ഈസ് പ്രൈം നമ്പർ. എന്താണ് പ്രൈം നമ്പേഴ്സ്? പിന്നെ വരുന്നത് പ്രൈം നമ്പേഴ്സ്, പിന്നെ വരുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സ്. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് നമ്പർ, ദെൻ പെർഫെക്റ്റ് സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, എനിവേ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ദോസ് നമ്പേഴ്സ്, അത് നമ്പേഴ്സാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെങ്കിലും നമ്പർ എന്ന് പറയുമ്പം അതൊരു കൗണ്ടിങ് ആണല്ലേ. അപ്പോൾ കൗണ്ടിങ് നമ്പറാണ്. ഈസ് കോൾഡ് എ പ്രൈം നമ്പർ ഇഫ് ഇറ്റ് ഹാസ് എക്സാക്ട്ലി 2 പോസിറ്റീവ് ഫാക്ടേഴ്സ്. 2 പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിരിക്കണം അതിനുണ്ടാവേണ്ടത്. 2 പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇവിടെ എടുക്കാം. നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 3 5 7 11 13 എക്സെട്ര ഇതൊരു പ്രൈം നമ്പർ ആണെന്ന് ഞാൻ പറയുന്നു.
ദീസ് ആർ പ്രൈം നമ്പേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഇതിന് 2 ഡിവിസിബിലിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഇപ്പം ഞാൻ 2 എടുക്കുവാണെങ്കിൽ 2 എനിക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, അതായത് 1ൻ്റെ ടേബിളിൽ 2 ഉണ്ടല്ലേ, ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുവാണെങ്കിൽ എനിക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ 2ൻ്റെ ടേബിളിലും 2 ഉണ്ടല്ലോ, അങ്ങനെയാണ് എനിക്ക് 1 കിട്ടും. അതേസമയം എനിക്ക് 2 ഡിവൈഡഡ് ബൈ 3 ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം 2 ഡിവിസിബിൾ ചെയ്യാൻ ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ദാറ്റ് ഇസ് 1 ആൻഡ് 2. 1 എന്ന് പറയുന്നത് ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 1ൻ്റെ ടേബിൾ ഇപ്പോൾ 1 × 64, 64, 1 × 100, 100, 1 × 1000, 1000 എല്ലാം ഉണ്ട്. അപ്പം 2 എണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. അതേസമയം നമ്മളിപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 എന്തൊക്കെയുള്ളൂ? 1ൻ്റെ ടേബിളിലും 5 ഉണ്ട്, 5ൻ്റെ ടേബിളിലും 5 ഉണ്ട്, 6ൻ്റെ ടേബിളിലോ 7ൻ്റെ ടേബിളിലോ വേറെ ഒരു ടേബിളിലോ 5 ഇല്ല. അപ്പോൾ 5 ആകെ 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 ഇതിൽ മാത്രമേ ടേബിൾസിൽ മാത്രമേ 5 വരുന്നുള്ളൂ. അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറയുമ്പം 2 പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുമ്പം ആകെ 2 ടേബിളിൽ മാത്രമേ നമ്മുടെ നമ്പർ വരുന്നുള്ളൂ എങ്കിൽ അതിനെ നമുക്ക് പ്രൈം നമ്പർ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്കിപ്പോൾ ഇത് നമുക്ക് 100 നമ്പേഴ്സ് വരെ നമ്മുടെ ഈ ഒരു ക്ലൂ നമുക്ക് ഓർക്കാൻ പറ്റും. 100 നമ്പേഴ്സ് വരെ ഓർക്കാൻ പറ്റും എന്ന് പറഞ്ഞാലും അത്രയും മൾട്ടിപ്ലിക്കേഷൻസ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് ടേബിൾ അറിഞ്ഞിരിക്കണമെന്നുണ്ടല്ലോ. അപ്പം അത് ഇച്ചിരി ഒരു പാടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഇപ്പോൾ 100 വരെ അല്ലെങ്കിൽ മിനിമം ഒരു 10, 11, 12, 13 ഒക്കെ വരെ നമുക്കിങ്ങനെ നോക്കാം. പിന്നെ കുറച്ച് നമ്പേഴ്സൊക്കെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. 2, 3, 5, 7, 11, 13, 59, 53 ഒക്കെ നമുക്ക് പ്രൈം നമ്പേഴ്സാണ്. ഇനി നമുക്കൊരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 6k+1 നമ്പേഴ്സും അതുപോലെ തന്നെ 6k-1 നമ്പേഴ്സും പ്രൈം നമ്പറാണ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ k എന്ന് പറയുന്നത് 2 ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം 6 × 2 + 1. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. 12 + 1 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ 6k-1. 6 ഇപ്പം ഞാൻ 2 ആണ് എടുത്തത്. 6 × 2 - 1. 6 × 2 12 ആണ്, -1 11 ആണ്. അപ്പോൾ 11 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 6k+1ഉം 6k-1 എന്ന് പറയുന്ന റൂള് നമ്മൾ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു ഇത് കിട്ടും. വേറൊരു മെത്തേഡ് അപ്പം ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു ടേബിൾ വെച്ച് നോക്കുക. ആകെ 2 ടേബിളിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ, 2 ടേബിളെന്ന് വെച്ചാൽ 1ൻ്റെ ടേബിളിലെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ 5 ആണെങ്കിൽ 1ൻ്റെ ടേബിളിലും ഉണ്ട്, 5ൻ്റെ ടേബിളിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തത് പറഞ്ഞത് 6k+1ഉം 6k-1ഉം ഉണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 100 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ 6n+1 ഒക്കെ വെച്ചിട്ട് നോക്കാം. പക്ഷേ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് ചെയ്യേണ്ടി വരും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് നമ്പേഴ്സ് വരുവാണ്. അപ്പം ആ നമ്പർ ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ 100 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാൻ 100ൻ്റെ ഒരു മിനിറ്റ്. ഓക്കെ. അതായത് 100 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ. അപ്പോൾ 100 പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നോക്കാൻ 100ൻ്റെ റൂട്ട് എടുത്തു. 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. 10. ഓക്കെ. അപ്പം 10. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10ൻ്റെ പുറകിലേക്കുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. 10ൻ്റെ പുറകെ നമ്മൾ നോക്കിയാൽ 9 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 9 1ൻ്റെ ടേബിളിലുണ്ട്, 9ൻ്റെ ടേബിളിലുണ്ട്, 3ൻ്റെ ടേബിളിലുണ്ട് അല്ലേ. അതായത് 3 × 3. ഓക്കെ. അപ്പോൾ 9 വരത്തില്ല. ഇനി 8 എന്ന് പറയുന്നത് 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്, 8ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ. ഇനി 7 1ൻ്റെ ടേബിളിലും 7ൻ്റെ ടേബിളിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ 7. ഓക്കെ. 7. ഇനി അടുത്തത് 6 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 3ൻ്റെ ടേബിളിലുണ്ട്, ഇനി 6ൻ്റെ ടേബിളിലും ഉണ്ട്. അതൊരു പ്രൈം നമ്പർ അല്ല.
ഇനി 6 കഴിഞ്ഞ് 5 നോക്കിക്കേ, 5 ഒന്നിൻ്റെ ടേബിളിലും ഉണ്ട്, 5ൻ്റെ ടേബിളിലേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്, കാരണം 2 എണ്ണത്തിലേ ഉള്ളൂ. ഇനി 4 നോക്കിക്കേ, 4 ഒന്നിൻ്റെ ടേബിളിൽ, 2ൻ്റെ ടേബിളിൽ, 4ൻ്റെ ടേബിളിൽ. പ്രൈം നമ്പറാണോ? അല്ല. 3 ഒന്നിൻ്റെ ടേബിളിലും 3ൻ്റെ ടേബിളിലും മാത്രമേ ഉള്ളൂ. ഇനി 1 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് 2 ടേബിളിലെങ്കിലും ഇത് ഉണ്ടായിരിക്കണം. അപ്പോൾ 1 ഏതായാലും ഒരു പ്രൈം നമ്പർ അല്ല. ടേബിൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? 1 × 1, 1 × 2 അങ്ങനെ നമ്മൾ ടേബിൾസ് എഴുതത്തില്ലേ? 5ൻ്റെ ടേബിൾ, 6ൻ്റെ ടേബിൾ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ നോക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊരു മെത്തേഡായിരുന്നു അല്ലേ? അപ്പം അതായത് √100. അപ്പോൾ 100 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10ൽ പുറകിലുള്ളത്, അതായത് 2, 3, 5, 7 ഇതൊക്കെ എന്താണ്? 10നേക്കാട്ടിലും പുറകെയുള്ള നമ്പേഴ്സാണ് അല്ലേ? അതായത് പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് മാത്രം എടുക്കുക. ഇനി ഈ പ്രൈം നമ്പേഴ്സ് ഏതെങ്കിലും വെച്ച് 10നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അപ്പം 100 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലെന്നാണ് അർത്ഥം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തെടുക്കാം നമുക്ക്? വേറെ റൂട്ടുള്ള, അപ്പം ഇപ്പോൾ 149 എടുത്തു എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ 149ൻ്റെ അടുത്ത റൂട്ടെന്ന് പറയുന്നത്, അടുത്ത റൂട്ട് വരണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻറ്റ് നമ്പേഴ്സ് എടുക്കേണ്ടി വരും അല്ലേ? 149ൻ്റെ അടുത്ത നമ്പർ ഇപ്പം ഞാൻ പറയാണ് 169ലാണ് റൂട്ടുള്ളത്. അപ്പോൾ √169 എന്ന് പറയുന്നത് 13 അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 13ന് പുറകെയുള്ള പ്രൈം നമ്പേഴ്സ് എടുക്കണം. ഓക്കെ, അപ്പം 13 ഒരു പ്രൈം നമ്പറാണ്, പക്ഷെ അത് എടുക്കണ്ട, അതിന് തൊട്ട് പുറകെ ഉള്ളത് എടുത്താൽ മതി. 12 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല അല്ലേ? കാരണം 12 ഒന്നിൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിൽ, പിന്നെ 3, 4, 6 ഒക്കെ ഉണ്ട്, 12ൻ്റെ തന്നെ ടേബിളിലുണ്ട്. അപ്പോൾ 12 വേണ്ട, 11 എടുക്കാമല്ലോ. 11, 10 ഇല്ല, 9 ഇല്ല, 8 ഇല്ല, 7 പ്രൈം നമ്പറാണ്, 6 ഇല്ല, 5 പ്രൈം നമ്പറാണ്, 3 ഉണ്ട്, 2. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? 2, 3, 5, 7, 11. ഇതേതെങ്കിലും വെച്ച് 149നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും വെച്ച് 149നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. ഏത്? 149 ഒരു പ്രൈം നമ്പർ അല്ല. പക്ഷെ ഒന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഡെസിമൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം 149 ഒരു പ്രൈം നമ്പറാണ്. കാരണം അതിനെയും കൊണ്ട് ഒന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നുകൊണ്ട് ഇൻ ദ സെൻസ് നമ്മൾ പുറകിലേക്ക് പോയ നമ്പേഴ്സിനെ ഒന്നുകൊണ്ടും. അപ്പോൾ കുറച്ച് ഇപ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ 149, പക്ഷെ നമ്മൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്ററിൽ 149 കഴിഞ്ഞുള്ള റൂട്ട് ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും സമയമാകും. അപ്പോൾ ഏറ്റവും നല്ലതൊരു വേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ 3 മെത്തേഡ് ഒന്ന് ഓർത്ത് വെക്കുക. ഏത് മെത്തേഡാണ് നമുക്കപ്പോൾ വർക്കാവുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതായത് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നമ്മൾ സിംപ്ലി എന്ത് ചെയ്താൽ മതിയാകും? ആ ടേബിൾ അല്ലേ, 2 ടേബിളിൽ മാത്രമേ ആ നമ്പേഴ്സ് വരാൻ പാടുള്ളൂ എന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കേസ് 6k+1 ചെയ്താലും 6k-1 ചെയ്താലും ഉള്ള ആൻസർ ഏതാണോ അത് പ്രൈം നമ്പറാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാം. അടുത്ത റൂട്ട് ഏതാണോ അത് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 എണ്ണവും പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് T ഫോർ ടേബിൾ ആൻഡ് 6 ആൻഡ് N. 6 അല്ലെങ്കിൽ 6TN എന്ന് ഓർത്താലും മതി, അല്ലെങ്കിൽ T6N അല്ലെങ്കിൽ 6TN, അത് ഫോർ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞു. ഇനിയും ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ അതൊരു ചെറിയൊരു സബ് ഡിവിഷൻസ് ഉണ്ട്. അത് പ്രൈം ഫാക്ടറൈസേഷനാണ്. പ്രൈം ഫാക്ടറൈസേഷനും പല മെത്തേഡുകളുണ്ട്. നമുക്ക് എന്താണ് CSIR-നൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മിക്കവർക്കും ഇതൊക്കെ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയത്തില്ലെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ബേസ് ഫോർ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രൈം ഫാക്ടറൈസേഷൻസിൻ്റെ മെത്തേഡ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാമേ.
അതായത് പ്രൈം ഫാക്ടറൈസേഷൻ. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് അല്ലെ പ്രൈം ഫാക്ടറൈസേഷൻസിനൊക്കെ പല വേ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നാമത് നമുക്ക് വേണമെങ്കിൽ ഫാക്ടർ ട്രീ എഴുതി നോക്കാമല്ലോ. അതിന് ഫാക്ടർ ട്രീ എന്നാണോ പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നമ്മൾ ഈ മാജിക് നമ്പേഴ്സൊക്കെ എഴുതാനൊരു ട്രീ വരയ്ക്കില്ല, അതുപോലെ തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20, പക്ഷേ ഇതും കുറച്ചൊക്കെ നമുക്ക് കൺഫ്യൂസ് ആവരുത്, അത് കൃത്യമായി പഠിക്കണം. അതായത് ഇപ്പം നമുക്ക് എല്ലോ എടുക്കാം. ഓക്കെ, ഇപ്പം 24ൻ്റെ ഫാക്ടർ, ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഫ്രം ദ ഓപ്ഷൻസ്. ഓക്കെ, ഇപ്പോൾ 24ൻ്റെ ഫാക്ടറൈസേഷനാണ് എനിക്ക് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ 24 കിട്ടണമെങ്കിൽ 2 × 12 ചെയ്താൽ മതിയായിരിക്കുമല്ലോ അല്ലേ? 2 × 12 ചെയ്താൽ മതി. ഇനി എപ്പോഴും ഓർത്തോണം, 2, 3, 5, 7 ഇതിനെ ഒന്നും നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യത്തില്ല കേട്ടോ. ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്, ഇവരെ ഒന്നും നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പോൾ 2 കിട്ടിക്കഴിഞ്ഞാൽ 2നെ അങ്ങനെ തന്നെ ഇട്ടു. ഇനി 12 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. 12ന് ധാരാളം ടേബിൾസിൽ 12 ഉണ്ട്. അപ്പോൾ 12നെ നമുക്ക് മുറിച്ച് ഒരു വലിയ കേക്കിനെ പല പല പീസാക്കുന്ന പോലെ 12നെ എനിക്ക് പീസാക്കാൻ പറ്റും. കാരണം 12 2 ടേബിളിൽ മാത്രമല്ല, ഒത്തിരി ടേബിളിൽ 12 ഉണ്ട്. അപ്പോൾ 12നെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ 12നെ എഴുതാൻ പോകുന്നത്, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് 6 × 2 എന്നാണ്. ശരിക്കും 4 × 3 എഴുതാം. എനിവേസ് 6 × 2 എന്ന് എഴുതി. ഇനി 6നെ എനിക്ക് വീണ്ടും ഇത് മുറിക്കാൻ പറ്റും. അതെങ്ങനെ മുറിക്കാൻ പറ്റും? 3 എന്നും 2 എന്നും മുറിക്കാൻ പറ്റും. 2നെ എനിക്ക് മുറിക്കാൻ പറ്റുമോ? ഇല്ല. 3നെ ഇനി മുറിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതിനെയൊക്കെയാണോ മുറിച്ചത് അതെല്ലാം എടുക്കുക. അതായത് 24നെ നമ്മൾ മുറിച്ചിട്ട് എന്താക്കി മാറ്റി? 2 ആക്കി മാറ്റി. അപ്പം നമുക്ക് 2 ഉണ്ട്, 2+. ഇനി നമ്മൾ 12നെ നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം 12നെ നമ്മൾ മുറിച്ചു അല്ലേ? 2നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ 2നെ എടുത്തത്. പക്ഷേ 12നെ നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വിട്ടു, ദാറ്റ് ഈസ് 6, 2. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് 6നെ എടുക്കാൻ പറ്റുമോ? ഇല്ല. 6നെ നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് 3ഉം 2ഉം ആക്കി, അതുകൊണ്ട് അതേ എടുക്കാൻ പാടുള്ളൂ, 3, 2. ഇനി 2നെ നമ്മൾ ഡിവൈഡ് ചെയ്തില്ല, അതുകൊണ്ട് 2നെ എടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടും. ഒന്നും കൂടെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കൺഫ്യൂഷൻ ആയെങ്കിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താ വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ 24 ഞാൻ എടുത്തു. ഓക്കെ, നമ്മൾ 2 ചെയ്തു, 12 ചെയ്തു, ഇനി ഇവിടെ 6 ചെയ്തു, ഇവിടെയും 2 ചെയ്തു, അത് കഴിഞ്ഞ് 6, 3 ചെയ്തു, ഇവിടെ 2 ചെയ്തു. ഇനി എക്സാമിന് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഈ 2 എടുക്കണോ, 12 എടുക്കണോ, 6 എടുക്കണോ, ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കും. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുമോ ആൻസർ? ഇല്ല. പിന്നെ കുറച്ച് ഭാഗം എടുക്കാൻ നോക്കും. അപ്പോൾ ഫുൾ കൺഫ്യൂഷനാവും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിവൈഡായി പോയതിനെ ഡിവിഷനിലെ കുട്ടികളെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 24 ആണെങ്കിൽ 24ൻ്റെ കൂടെ 2 ഉണ്ടായിരുന്നു, 12 ഉണ്ടായിരുന്നു. 12 പേരൻറ്റിനെ ഞാൻ 2 കുട്ടിയായിട്ട് മാറ്റി. 6, 2. 6 എന്നുള്ള പേരൻറ്റിനെ ഞാൻ വീണ്ടും 2 കുട്ടിയായിട്ട് മാറ്റി. അപ്പോൾ ഈ കുട്ടികളെ മാത്രം, 2ന് കുട്ടിയില്ല, 2 മാത്രം. അപ്പോൾ 2നെ എടുത്തു. ഇവിടെയും 2ന് കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് 2നെ എടുത്തു. പിന്നെ 3നും കുട്ടികളൊന്നുമില്ല, അവരെ 3 എടുത്തു. 2നും കുട്ടികളൊന്നുമില്ല, അതിനെ എടുത്തു. അതേസമയം 6ന് 2 കുട്ടികളുണ്ട്, അപ്പം 6നെ എടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കുട്ടികളെ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇനി വേറൊരു സിമ്പിളായിട്ടുള്ളത് നോക്കിയേ 30, 30 എപ്പോഴും നമുക്കറിയാം അല്ലേ? 3 times of 10 അല്ലേ? 3 × 10. ഇനി എനിക്ക് 10നെ എങ്ങനെ എഴുതാം? 10നെ എനിക്ക് 2 × 5 എന്ന് എഴുതാൻ പറ്റും. 3നെ എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും? ഇല്ല. 3 ഒരു പ്രൈം നമ്പറാണ്, ആകെ 3ൻ്റെയും 1ൻ്റെയും ടേബിളിലേ ഉള്ളൂ. അതുകൊണ്ട് 3 × 1 എന്നൊന്നും എഴുതരുത്. 3നെ പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ അങ്ങനെ തന്നെ എഴുതാവും. ഇനി നോക്കിയേ, ഇനി അവസാനമായിട്ട് ഞാൻ 30നെ ഫാക്ടറൈസ് ചെയ്യാൻ പോവാം. അതായത് 3 എന്ന് പറയുമ്പോൾ 3ന് കുട്ടികളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ 3നെ തന്നെ എടുത്തു. ഇൻറ്റു 10 നോക്കിക്കേ, 10ന് 2 പേരാ, 2 ഇൻറ്റു 5 നോക്കിയേ, 2 × 5 × 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് 30 കിട്ടി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്യണ്ട,
ഓപ്ഷൻസിൽ നമുക്ക് കറക്റ്റ് 30 കിട്ടുന്നുണ്ടോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാലും മതി. ഓക്കെ ആണോ? എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ ഫാക്ടറൈസേഷൻ. ഇതൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, എല്ലാ സിമ്പിൾ വേസും നമുക്കൊരു 100 ബിലോ 100 വരെയുള്ള നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആവും. ഓക്കെ, ഇനി കുറച്ചും കൂടെ കൂടിയ നമ്പേഴ്സിന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ് നമുക്ക് ഈ മാജിക് നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. ഇപ്പോൾ 240 എന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഡിവൈഡൊക്കെ ചെയ്ത് കുറേ ട്രീ വരയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് വേണ്ട. അതിന് പകരം നമുക്ക് വേറൊരു വിധത്തിൽ കൂടെ ഇത് പഠിക്കാം. അത് പഠിക്കുക എന്നുള്ളത് അല്ല, ജസ്റ്റ് പറയാം നമുക്കല്ലേ. അതായത് 240, ഇത് 4 ആണ്. 240 നമ്മളിങ്ങനെ LCM എടുക്കുന്ന പോലെ തന്നെ 2ൻ്റെ ടേബിളിൽ ഉണ്ട് 240 ഉണ്ട്. 2 ഇൻറ്റു 1 അല്ലേ, 1. ഓക്കെ, 4 ഉണ്ട് 2ൻ്റെ ടേബിളിൽ. അതെപ്പോഴാണ് 2 ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ്. അപ്പോൾ 2 0. ഓക്കെ, ഇനി 2ൻ്റെ ടേബിളിൽ 12 ഉണ്ട്, അത് 6 ആണ്. ഈ 0 ഇവിടെ എഴുതി. 2ൻ്റെ ടേബിളിൽ 60 ഉണ്ട്, 3 0. ഇനിയും 2 തന്നെ എടുത്തു ഞാൻ. 2ൻ്റെ ടേബിളിൽ 3 ഇല്ല, പകരം 2 ഉണ്ട്. 2 ഇൻറ്റു 1 അല്ലേ, 2 കിട്ടുന്നത് എപ്പോഴാണ് 1. ഇനിയും അവിടെ ഇപ്പം റിമൈൻഡർ, കാരണം 2 ആയിരുന്നു വരേണ്ടത്, പകരം 3 ആണ് വന്നത്. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1, അപ്പോൾ 1 കൂടെ കൂട്ടുമ്പോൾ 1 0, അതായത് 10. 5ൻ്റെ ടേബിളിൽ, 3ൻ്റെ ടേബിളിൽ 15 ഉണ്ട്, 5 ആണ് 1. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഇതെന്തൊക്കെ കിട്ടിയോ അതെല്ലാം നമ്മൾ എടുത്തെഴുതണം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5. ചില നമ്മൾ LCM ആണോ HCF എടുക്കുമ്പോഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ 2 ഇൻറ്റു 2 ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 2 എടുത്തു, 2 ഇൻറ്റു 2 ഉണ്ടെങ്കിൽ ഒരു 2 എടുത്തു, പിന്നെ 5 ഇൻറ്റു 5 ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 ഇൻറ്റു 5 ഉണ്ടെങ്കിൽ 3ഉം 5 എടുത്തു. അങ്ങനെ നമ്മൾ എടുക്കാൻ പോകരുത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് 60 ഇവിടെ ഉത്തരം കിട്ടുന്നത്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് കിട്ടിയതിനെ എല്ലാം എഴുതണം. അതായത് 240 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണോ അതെല്ലാം ഞാൻ എഴുതണം. ഏതിൻ്റെ കേസിൽ? പ്രൈം ഫാക്ടറൈസേഷൻ്റെ കേസിൽ. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എനിക്ക് കിട്ടി. ഇതെല്ലാം ഞാൻ എടുത്താൽ മാത്രമേ എനിക്ക് 240 എന്ന് ആൻസർ കിട്ടൂ. അപ്പം ഫാക്ടറൈസേഷൻ ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നാൽ ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ പ്രൈം നമ്പേഴ്സിൻ്റെ മാത്രം എനിക്കങ്ങോട്ട് മനസ്സിലായോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നമുക്കൊന്ന് പറയാം. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പം ഒരു ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിൽ 1ൻ്റെ ടേബിളിലും ആ സ്വയം, ഇപ്പോൾ 2 ആണെങ്കിൽ 1ൻ്റെ ടേബിളിലും ആ 2ൻ്റെ ടേബിളിലും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ 2 പേരെ മാത്രം നമ്മൾ പഠിക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ്. 2 ടേബിൾ മാത്രം ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ നമുക്ക് പഠിക്കാം. പിന്നെ 6n അല്ലെങ്കിൽ 6k + 1 അല്ലെങ്കിൽ 6k - 1. k എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര ആവാം. അത് 2 ചെയ്ത് കിട്ടുന്ന ഉത്തരം പ്രൈം നമ്പർ ആയിരിക്കും. പിന്നെ നമുക്ക് റൂട്ട് എടുക്കാം അല്ലേ, നിയറസ്റ്റ് റൂട്ട് എടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സിലേക്കാണ്. പെർഫെക്റ്റ്, ദ വേർഡ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് പെയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതെല്ലാം പെയറിൻ്റെ ഒരു കളിയാണ് കേട്ടോ. പെർഫെക്റ്റ് നമ്പർ അത്രയില്ല, പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുമ്പം ആകെ ഒരു 2019 കണക്ക് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്തും നമുക്ക് ആകെ 51 പെർഫെക്റ്റ് നമ്പേഴ്സേ കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. 51 പെർഫെക്റ്റ് നമ്പേഴ്സാണ് നമുക്ക് 2019 കണക്കനുസരിച്ച് മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ചേക്കുന്ന. ആകെ 51 പെർഫെക്റ്റ് നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. നമ്മൾ ആഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടണം. അതായത് കറക്റ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല, ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ 6 ആണ് 1 ഡിജിറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് നമ്പർ. വേറൊരു പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുവാണ്, ഫൈൻഡ് ഔട്ട് ദ പെർഫെക്റ്റ് നമ്പർ. ഓപ്ഷൻ 1 2, ഓപ്ഷൻ B 3, അങ്ങനെ 6 വരെയാണെങ്കിൽ 6 ആണ് പെർഫെക്റ്റ് നമ്പർ എന്ന് വെച്ചാൽ. 6നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 ഇതെല്ലാം ഡിവിഷൻ്റെ ഒരു കളിയാണ്. അതായത് 6നെ എനിക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 6 ഏതിൻ്റെയൊക്കെ ടേബിളിലുണ്ട്? 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 3യുടെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. 4ൻ്റെ ടേബിളില്ല, 6ൻ്റെ ടേബിളിലുണ്ട്. ഓക്കെ, അപ്പം 1 2 3 4, അപ്പോൾ 6.
ഇത്രയും ടേബിൾസിലുണ്ട്. അപ്പോൾ ഞാൻ 6, ദാറ്റ് ഈസ് 1, 2, 3 ആൻഡ് 6. ഇനിയും ഈ 6 ഒഴിച്ച് ബാക്കി നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് 6 തന്നെയാണ് ആൻസർ വരുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നും കൂടെ. ഏത് കളർ എടുക്കും? ഓക്കെ, ഒരു ലൈറ്റ് കളർ എടുക്കാം. ദാറ്റ് ഈസ് 28. കാണുന്നുണ്ടോ? ഓക്കെ, 28 എന്ന് പറയുമ്പം 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. ഇനി 5ൻ്റെ ടേബിളിലില്ല. 6ൻ്റെ ടേബിളിലുണ്ടോ? 6 × 4 എന്ന് പറയുന്നത് 24 ആണല്ലേ? ഓക്കെ, 6ൻ്റെ ടേബിളിലില്ല. 7ൻ്റെ ടേബിളിലുണ്ട്. 7 × 4. 8ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല. 9ൻ്റെ ടേബിളിലില്ല. പിന്നെ ഉള്ളത് 14ൻ്റെ ടേബിളിലേ ഉള്ളൂ. പിന്നെ 28ൻ്റെ ടേബിളിലും ഉണ്ട്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നറിയാൻ ഈ 28 ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ എടുത്തു. 1 പ്ലസ്, കണ്ട് ഇവിടെ നമ്മൾ പ്ലസ്സാണ് ചെയ്യുന്നത് കേട്ടോ. പ്രൈം നമ്പേഴ്സിൻ്റെ ഒക്കെ കേസ് നമ്മൾ ഇൻറ്റു ചെയ്തായിരുന്നു പോകുന്നത്. പ്ലസ് ചെയ്യുക. 2 + 4 + 7 + 14. 14 + 7 + 4 + 2 + 1 28. നമുക്ക് 28 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും കേട്ടോ. കാരണം 14ഉം 7ഉം ഒക്കെ വരുമ്പോൾ എല്ലാം കൂടി കൂട്ടി 28 ആകും കേട്ടോ. 28 ആകും. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞാൽ 6, കുറച്ചുകൂടി നല്ല കളർ എടുക്കാം. ഓക്കെ, 6, 28, 496, 81. ഇതൊക്കെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 6 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 1 ഡിജിറ്റ് പെർഫെക്റ്റ് നമ്പറാണ്. 28 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് പെർഫെക്റ്റ് നമ്പറാണ്. പിന്നെ 496 8128. 8128. ഇത്രയും നമ്പേഴ്സാണ് കൂടുതലായിട്ട്. ഈ 496ൻ്റെയും 8128ൻ്റെ ഇടയിൽ വേറെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറേ നമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏറ്റവും നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ 6, 28, 496, 8128. ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമല്ലേ? 8, അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും 8, പിന്നെ 12 നടുക്ക്. അപ്പോൾ ഇതാണ് അടുത്ത പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ ആണെങ്കിൽ എന്ത് വേണം? ടേബിൾ നോക്കണം. 1, 2, 3, 6 ഒഴിച്ച് ബാക്കി എല്ലാം ആഡ് ചെയ്യുമ്പം കറക്റ്റ് 6 വരുന്നുണ്ടോ നോക്കണം. ഇതിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയേ. 496ൻ്റെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ 496 ഒഴിച്ച് ബാക്കി എല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് 496 തന്നെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. പക്ഷെ നമുക്ക് നല്ല ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്താണ്, പ്രൈം നമ്പർ എന്താണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ, ഇത് മൂന്നുമാണ് കമ്പൈൻ ചെയ്ത് തെറ്റിപ്പോവാനായിട്ടുള്ള ചാൻസ്. ഇത് മൂന്നുമാണ് നമ്മൾ കമ്പയർ ചെയ്ത് തരമായിട്ട് പഠിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിന് മുമ്പേ ഉള്ള നമ്പർ ഒന്ന് ജസ്റ്റ് നോക്കാം. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയാലോ. ഇനി നമുക്ക് ഇത് കളർ എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് കോമ്പോസിറ്റ് നമ്പർ. ദിസ് ഈസ് സോ സിമ്പിൾ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സാണ്, ബട്ട് നോട്ട് പ്രൈം നമ്പേഴ്സ്. അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാം തന്നെ കോമ്പോസിറ്റ് നമ്പറാണ്. ഓക്കെ, അപ്പം പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഒരു പ്രൈം നമ്പർ ആയിരുന്നു. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. കാരണം 2 1ലും ഉണ്ട് 2ലും ഉണ്ട്, അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. ഓക്കെ, അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. പകരം ഞാൻ 4 എടുക്കുക. 4 എടുത്തു കഴിഞ്ഞാൽ 4 ഏതിൻ്റെയൊക്കെ ടേബിളിലുണ്ട്? 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. 8 ഓക്കെ, 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്, 8ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ കോമ്പോസിറ്റ് എന്ന് വിചാരിച്ചാൽ തന്നെ ഓർത്തോണം. നമ്മൾ പറയത്തില്ലേ, ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സംതിങ്, അല്ലെങ്കിൽ വലിയ ബിഗായിട്ടുള്ള മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദിസ് ആറ്റംസ് എന്നൊക്കെ പറയുന്ന പോലെ ആറ്റംസ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് വലിയൊരു സാധനം കുറേ കോമ്പോസിറ്റ്സ് ആയിട്ട് തിരിയുന്നു എന്നുള്ള അർത്ഥമാണ്.
അപ്പോൾ നമ്മൾ 6 എന്ന് പറയുന്ന ഒരു നമ്പറിനെ എടുത്താൽ അതിനെ നമുക്ക് ഒരുപാട് കോമ്പോസിറ്റ് ആക്കി മാറ്റാൻ പറ്റും. നേരത്തെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ഫാക്ടർ ട്രീ വരച്ചതുപോലെ തന്നെ 6നെ എനിക്ക് 1ൻ്റെ ഒരു കമ്പോണൻ്റ് ആക്കാം, 6ൻ്റെ തന്നെ കമ്പോണൻ്റ് ആക്കാം, 2ൻ്റെ കമ്പോണൻ്റ് ആക്കാം, 3യുടെ കമ്പോണൻ്റ് ആക്കാം അല്ലേ. 12നെ എനിക്കിതുപോലെ തന്നെ 1ൻ്റെ 6 ഇവിടെ 6 1ൻ്റെ ആക്കാം, 12ൻ്റെ ആക്കാം, 3യുടെ ആക്കാം, 2ൻ്റെ ആക്കാം, 4ൻ്റെ ആക്കാം, അങ്ങനെ ആക്കാം. അങ്ങനെയുള്ള നമ്പേഴ്സാണ്. അപ്പം മോർ ദാൻ 2 ആയിരിക്കണം. ഇവിടെ ഇനി തിരിഞ്ഞു പോകാനുള്ള ചാൻസ് എന്താ? പ്രൈം എന്ന് പറയുമ്പം രണ്ടെണ്ണേ പാടാൻ പറ്റുള്ളൂ ടേബിൾ. കോമ്പോസിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 2 ആയിരിക്കണം. സാധാരണ നമ്മൾ കോമ്പോസിറ്റ് എന്നൊക്കെ പഠിക്കുമ്പോൾ മോർ ദാൻ 1 എന്നാണെങ്കിലും ഈ ഒരു കേസിൽ കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 ആയിരിക്കണം. 2ൽ കൂടുതൽ ടേബിൾസിൽ നമ്പർ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി ഒരു ഡൗട്ട് ഇവിടെ വരാൻ പറ്റുന്നത്, 1 എവിടെയും പറഞ്ഞില്ലല്ലോ. 1 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ, 2 ടേബിളിലെങ്കിലും വരണം അറ്റ്ലീസ്റ്റ്. ഇനിയും കോമ്പോസിറ്റ് നമ്പർ ഞാൻ പറഞ്ഞു 2ൽ കൂടുതൽ ടേബിളിൽ വരണം. 1 എന്ന് പറയുന്ന ആകെ 1ൻ്റെ ടേബിളിൽ മാത്രമേ ഉള്ളൂ. അപ്പം 1 എന്ന് പറയുന്നത് എന്താണ്? 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. എന്ന് വെച്ചാൽ എന്താ? 1 പ്രൈം നമ്പറും അല്ല, അതൊരു കോമ്പോസിറ്റ് നമ്പറും അല്ല. നോക്കിക്കേ ഇവിടെ. ഓക്കെ, 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 ഒരു കോമ്പോസിറ്റ് നമ്പറും അല്ല, പ്രൈം നമ്പറും അല്ല. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ താരം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇതൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് എന്നുള്ള വാക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെയറുകളെന്നാണ് വിചാരിക്കുക. ഈക്വൽ പെയർ ഉണ്ടോ അങ്ങനെ നോക്കിയാൽ മതി. പക്ഷേ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുമ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 36 ഞാൻ പറയുവാണ്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആട്ടോ. കാരണം എനിക്ക് 6 × 6 ചെയ്താൽ എനിക്ക് 36 കിട്ടുമേ. ഇനി ഞാൻ 49 പറയുകയാണെങ്കിൽ 49 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് കേട്ടോ. കാരണം 7 × 7 ചെയ്താൽ എനിക്ക് 49 കിട്ടും. ഇനി 64 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. കാരണം 8 × 8 ചെയ്താൽ എനിക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. എന്നാൽ ഞാൻ ചോദിക്കുവാണ്, ഡസ് എന്താണ് 5, 6, 7, 8 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ഇറ്റ്? ഞാൻ പറഞ്ഞു 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓൾറെഡി നോട്ട് ദാറ്റ് 6 × 6 ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ? പക്ഷേ 5, 6, 7, 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ നോക്കിയേ. ദ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നോ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത് 2, 3, 7, 8. 2, 3, 7, 8 ഇതുകൊണ്ടൊന്നും ഒരു പെർഫെക്റ്റ് സ്ക്വയറും എൻഡ് ചെയ്യത്തില്ല. നമുക്ക് പ്രൈം നമ്പർ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല, കാരണം 8 ഒരു പ്രൈം നമ്പർ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 2, 3, 7 എന്നൊക്കെ കാണുമ്പം പ്രൈം നമ്പേഴ്സ് അവസാനിക്കുന്നതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെയല്ല, 8 ഒരു പ്രൈം നമ്പർ അല്ല, എന്നിട്ട് 8 വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2, 3, 7, 8 പോലെയുള്ള നമ്പേഴ്സ് വെച്ച് അവസാനിക്കുന്ന ഒരു നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇപ്പോൾ ഓപ്ഷൻ എ 2, 6, 2, 4, 4 ആണ്. 5, 6, 7, 8, 3, 0, 6, 2, 5, 1, 7, 4, 2, 4. അപ്പോൾ 4 വെച്ചിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത്. ഇതും 5 വെച്ചിട്ടാണ്, ഇത് 4. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ 8 എന്ന് പറയുന്നത് 8, അതായത് 2, 3, 7, 8 വെച്ചിട്ട് എൻഡ് ചെയ്തേക്കുന്നത് കൊണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്തത് നോ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത് ആൻ ഓഡ് നമ്പർ ഓഫ് 0. കണ്ടോ? അതായത് 10 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം 10ന് എത്ര പൂജ്യമുണ്ട്? ഒരു പൂജ്യം. അതൊരു ഓഡ് നമ്പറാണ്. 1 എന്ന് പറയുന്ന ഓഡ് നമ്പറാണ്. അതേസമയം 100 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. കാരണം അത് ഈവൻ, കാരണം 2 പൂജ്യമുണ്ട്. അപ്പോൾ 1000 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെന്നേ. കാരണം അതിന് 3 പൂജ്യമാണ്, ഓഡ് നമ്പറാണുള്ളത്. മനസ്സിലായോ? ഓഡ് നമ്പറാണ് അതിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ 1000 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കിയേ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ് all of their perfect factors have been multiplicities. all of their prime factors എന്നായിരിക്കും.
എനിവേസ് നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ പോരെ അല്ലേ. അതായത് ഇപ്പോൾ റെഡ് എടുക്ക്. ഓക്കെ, ഇപ്പോൾ 36 ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ 36 എന്താണ് പറയുക, എന്താ നമുക്ക് നോക്കണ്ടേ, പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കിയാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് എന്നുള്ള വാക്കിൽ തന്നെ ഒരു ക്ലൂ പറഞ്ഞുതരാം, ദാറ്റ് ഇസ് പെയേഴ്സ് ആണോ എന്ന് നോക്കിയാൽ മതിയേ. അപ്പോൾ ഞാൻ 36 ഡിവൈഡഡ് ബൈ 2 ഇത് ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പം 1 8 2 9 3 3 3 1. അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെ വരും, 2 × 2 × 3 × 3. ഇത് നോക്കിയേ, 2 × 2 2ൻ്റെ സ്ക്വയർ ഇൻറ്റു 3 × 3 3യുടെ സ്ക്വയർ. 2വിനും 2 പേരുണ്ട്, 3ക്കും പെയറായിട്ട് നിൽക്കാൻ 2 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു എന്താണ്, അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കിയേ, 20 നോക്കിയേ, 20 ഡിവൈഡഡ് ബൈ 2 10 2 5 5 1 എഴുതി നോക്കിയേ, 2 × 2 × 5 2 × 2 2വിന് സ്ക്വയർ ഉണ്ട്, 5ന് ഒരാളേ ഉള്ളൂ. രണ്ട് പെയറിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് 5ന് ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ അല്ല. ഇനി നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമുക്ക് 20യുടെ എക്സാമ്പിൾ വേറൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ അവസാനം എൻഡ് ചെയ്യുന്ന സീറോസ് ഓഡ് നമ്പർ ആണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇവിടുത്തെ 0 എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, 0 ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതൊരു ഓടാണല്ലോ, അപ്പോൾ ഓൾറെഡി അതൊരു എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുപോലെ തന്നെ 36 എടുത്ത് നോക്കിയേ, 36 ആദ്യത്തെ റൂൾ വെച്ചിട്ട് 2 3 7 8 ഒക്കെ വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 6 അതിൽ വരുന്നുണ്ടോ, ഇല്ല. 6 വെച്ച് എൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ആ ഫസ്റ്റ് റൂളിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്കറിയാം എല്ലാ കേസും നമുക്ക് 100 വരെയൊക്കെ, 100ന് ബിലോ വരെയൊക്കെ ഓക്കെയാണ്. ഇനി 900 നോക്കിയേ, ഇതും നമുക്ക് പറയാൻ പറ്റുമല്ലേ. അതായത് അപ്പം 900 വെറുതെ നമുക്കിങ്ങനെ LCM ഒന്നും എടുക്കാതെ എന്താണ് 900, അതായത് 2 0 വന്നിരിക്കുന്നത്, അത് ഈവനാണ്. അതുകൊണ്ട് ഇതൊരു എന്താണ്, ഓൾ പെയേഴ്സ് ഉള്ള ഒരു പെർഫെക്റ്റ് നമ്പറാണ്. ഇനി ഒന്നുകൂടെ നമുക്ക്, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ 900 നമുക്ക് നോക്കാം, 2ൻ്റെ ടേബിളിലുണ്ട്, അത് 450 ആണ്. പിന്നെ 2വിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ അപ്പോൾ 1 15, അപ്പോൾ 2 അപ്പോൾ അതായത് 4 5, അതായത് 4ൻ്റെ ടേബിളിലുണ്ട് 2, പിന്നെ 5 ഇല്ല, 4 ഉള്ളൂ. ഓക്കെ, ഇത് 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 45 അല്ലേ. ഓക്കെ 5, പിന്നെ 9ൻ്റെ ടേബിളിൽ 3 1. അപ്പോൾ ഇതെല്ലാം എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, 2 × 2 × 5 × 5 × 3 × 3 2 × 2നെ എഴുതാൻ പറ്റുന്നുണ്ട്, 2ൻ്റെ സ്ക്വയർ, 5നെ 5ൻ്റെ സ്ക്വയർ, 3നെ 3യുടെ, എല്ലാവർക്കും പെയറുണ്ട്, ആരും തന്നെ നിന്ന് വിഷമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത്രയാണ് ആകെ നോക്കിയത്. അതായത് നമ്പേഴ്സിൻ്റെ കാര്യം മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞത്. പലതരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, ഈവൻ, ഓഡ് ആൻഡ് പ്രൈം, കോമ്പോസിറ്റ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഓരോ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ 1 2 3 മാത്രമേ വരുന്നുള്ളൂ, ഹോൾ നമ്പേഴ്സിൽ 0യും കൂടെ വരുന്നുണ്ട്, ഇൻറ്റീജേഴ്സിൽ നെഗറ്റീവ് വരുന്നുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആ 2 ടേബിളിലേ കാണാൻ പാടുള്ളൂ. കോമ്പോസിറ്റ് നമ്പേഴ്സ് അതിൽ കൂടുതൽ കാണാൻ പാടണം, 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, പെയേഴ്സ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.